ഹരേ കൃഷ്ണ. ഇന്ന് വൈശാഖ മാസത്തിൻ്റെ പുണ്യത്തെയും പ്രാധാന്യത്തെയും കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത്. വൈശാഖ മാസത്തിനെ മാധവ മാസം എന്നുകൂടി വിളിക്കുന്നുണ്ട്. കാരണം മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ വൈശാഖ മാസത്തിനെ മാധവ മാസം എന്നുകൂടി വിളിക്കുന്നത്. 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖ മാസം എന്ന പുണ്യമാസം നീണ്ടു നിൽക്കുന്നത്. വൈശാഖ മാസത്തിൻ്റെ പ്രധാന പുണ്യം എന്ന് പറയുന്നത് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ കഴുകിക്കളയാനും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കാനും ഈ മാസത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. സൂര്യോദയത്തിന് ഒരു 6 നാഴിക മുമ്പ്, ഏകദേശം ഒരു 4 മണി 5:30 വരെയുള്ള സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ നടത്തുന്ന സ്നാനം എന്ന് പറയുന്നത് ഗംഗാ സ്നാനത്തിന് തുല്യമായ ഫലം നൽകണമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ എല്ലാ ജലാശയങ്ങളിലും സകല തീർത്ഥങ്ങളിലും സാന്നിധ്യം ഉണ്ട്, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ കഠിനമായ വേനൽക്കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാഹിക്കുന്നവർക്കും വിശക്കുന്നവർക്കും ഒക്കെ ജലം, പാനീയങ്ങൾ, ഭക്ഷണം, വസ്ത്രം എന്നിവയൊക്കെ ദാനം ചെയ്യുന്നത് അതീവ പുണ്യകരമാണ്. അതെല്ലാ മാസങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും വൈശാഖ മാസത്തിന് അതിന് ഒരു പുണ്യം ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് പോലും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം, നാരായണീയം, മഹാലക്ഷ്മി അഷ്ടകം, കനകധാരാ സ്തോത്രം ഇതൊക്കെ പാരായണം ചെയ്യുന്നതും മനഃശാന്തിയും ഐശ്വര്യത്തിനും നല്ലതായിട്ടാണ് പറയുന്നത്. ഈ മാസത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്, അതായത് ഗുരുവായൂരപ്പനായാലും ശ്രീകൃഷ്ണനായാലും ഭഗവാന്റെ അവതാരങ്ങളായാലും തുളസിമാല ചാർത്തുന്നത്, ഓരോ തുളസിയില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നത്. വ്രതം എടുക്കുകയാണെങ്കിൽ മത്സ്യം, മാംസം, മുട്ട എന്നിവ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള വ്രതമാണ് പറയുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒഴിവാക്കിയുള്ള സാത്വിക ആഹാരമാണ് ഉചിതം എന്നാണ് പറയുന്നത്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുള്ള ഒരിക്കൽ വ്രതം എടുക്കുന്നതും നല്ലതാണ്. സാധാരണയായിട്ട് ഒരിക്കൽ വ്രതമാണ് എടുക്കാറുള്ളത് വൈശാഖ മാസത്തിൽ. 29 ദിവസവും വ്രതം എടുക്കാനൊന്നും സാധിക്കാത്തവർക്ക് അക്ഷയ തൃതീയ, ശുക്ലപക്ഷ ദ്വാദശി, പൗർണമി എന്നീ 3 ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ചാൽ ആ ഒരു മാസത്തിൻ്റെ ഫലം മുഴുവൻ കിട്ടും തന്നെയാണ് പറയുന്നത്. ഏപ്രിൽ 18-നാണ് നമ്മുടെ വൈശാഖ മാസം ആരംഭിച്ചിട്ടുള്ളത്. ഏപ്രിൽ 19-നാണ് അക്ഷയ തൃതീയ വരുന്നത്. ഏപ്രിൽ 27-നാണ് മോഹിനി ഏകാദശി വരുന്നത്. ഏപ്രിൽ 30-ന് നരസിംഹ ജയന്തിയാണ്. മെയ് 16-നാണ് വൈശാഖ പൗർണമി വരുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങളെങ്കിലും ഒന്ന് വ്രതം എടുക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണത്തിന് ഭഗവത് കൃപ ലഭിക്കാനുള്ള ഉത്തമമായ കാലയളവായിട്ടാണ് കാണുന്നത്. മാധവ മാസത്തിന് വിഷ്ണു ഭക്തിയുടെ മാസമായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വൈശാഖ മാസത്തിൽ ഭാഗവത പാരായണം, സപ്താഹയജ്ഞങ്ങൾ ഒക്കെ വ്യാപകമായിട്ട് നടക്കാറുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ പലതും വൈശാഖ മാസത്തിലാണ് ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരശുരാമൻ അവതാരം, നരസിംഹാവതാരം ഉണ്ടായത്, പിന്നെ വേദവ്യാസ പുരാണങ്ങൾ രചിക്കാൻ തുടങ്ങിയത് ഒക്കെ ഈ മാസത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ഇപ്പോൾ കഠിനമായ ചൂടാണ് എന്ന് നമ്മൾ പറഞ്ഞു. മേട ഇടവം മാസങ്ങളിലാണ് സാധാരണയായിട്ട് വൈശാഖം വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള ചൂടിനെ ശമിപ്പിക്കുന്നതിനോടൊപ്പം ആത്മീയമായ ഒരു കുളിർമ കൂടി നമ്മൾ ഈ മാസം കൊണ്ട് ലക്ഷ്യമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വഴിപോക്കർക്കും മറ്റും ദാഹശമനത്തിനായിട്ട്
പാനകം എന്ന് പറഞ്ഞാൽ ശർക്കരയും ചുക്കും ചേർത്ത പാനീയമാണ്. അതേപോലെ മോര് എന്നൊക്കെ നൽകണത് ഒരു നല്ല ആത്മീയ ആചാരമായിട്ടാണ് കാണുന്നത്. പുഴകളിലും കിണറുകളിലും ഒക്കെ ഗംഗാ സാന്നിധ്യം സങ്കല്പിക്കുന്ന ഒരു മാസമാണ് വൈശാഖം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ജലത്തെ ദൈവതുല്യമായി കരുതാൻ ഈ കാലഘട്ടം പഠിപ്പിക്കുകയാണ്. അതായത് ദൈവതുല്യമായിട്ട് അതിനെ മലിനീകരിക്കാതെ അതിൽ ഓരോ തുള്ളിക്കും വില കൽപ്പിച്ചുകൊണ്ട് നമ്മൾ പെരുമാറണം എന്നാണ് പറയുന്നത്. വേനൽക്കാലമാണ്, വൈശാഖമാസമാണ്. അപ്പോൾ രണ്ട് രീതിയിലെടുത്താലും അതിന് ഓരോ തുള്ളിക്കും വില കൽപ്പിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. വൈശാഖത്തിലെ ശുക്ലപക്ഷ തൃതീയ ആണ് വാക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അത് ഒരു വ്യാപാര താല്പര്യങ്ങൾക്കപ്പുറം നമുക്ക് ഈ ദിവസം ജപം, ദാനം, ഹോമം എന്നിവ, അതായത് അക്ഷയമായി ക്ഷയിക്കാത്തത് നിലനിൽക്കുമെന്നാണ് ആത്മീയമായിട്ടുള്ള വിശ്വാസം. പിന്നെ ശങ്കര ജയന്തി വരുന്നതും വൈശാഖ മാസത്തിലാണ്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ആദിശങ്കരാചാര്യർ ജനിച്ചത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേരളത്തിലെ കാലടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിലെ വൈശാഖ വ്രതം എന്ന് പറയുന്നത് ഭക്ഷണ നിയന്ത്രണം മാത്രമല്ല, മറിച്ച് പഞ്ചേന്ദ്രിയ ജയം ആണ് എന്നാണ്. സന്ധ്യാനേരത്ത് വീടുകളിൽ നാമജപം നടത്തുമ്പോൾ വിഷ്ണു സഹസ്രനാമത്തിനു പുറമെ മാധവാഷ്ടകം കൂടി ജപിക്കുന്നത് വിശേഷമായിട്ടാണ് കാണുന്നത്. ഓരോ ദിവസവും തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതും തുളസിയില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതാണ്. സൂര്യോദയത്തിന് മുമ്പുള്ള സ്നാനമാണ് പിന്നെ ഒരു പ്രത്യേകത. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും മനസ്സിന് ഏകാഗ്രത നൽകാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കണമെന്നാണ്. വ്രതകാലത്തെ മിതാഹാര രീതികൾ വേനൽക്കാലത്ത് ശരീരത്തിനുണ്ടാവുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കുന്നതാണ്. ന മാധവ സമോ മാസഃ ന കൃതേന സമം യുഗം എന്നാണ്. അതായത് വൈശാഖ മാസത്തിന് തുല്യമായ മറ്റൊരു മാസമില്ലെന്നും കൃതയുഗത്തിന് തുല്യമായ മറ്റൊരു യുഗമില്ലെന്നുമാണ് ആ പുരാണവാക്യം പറയുന്നത്. കേരളത്തിലെ ഓരോ വിശ്വാസിയും ഭൗതിക സുഖങ്ങൾക്കപ്പുറം ആത്മീയമായ ഉന്നതിക്ക് ഈ 29 ദിവസങ്ങളെ കാര്യമായിട്ട് വിനിയോഗിക്കുന്നതാണ് ചെയ്യാറ്. വൈശാഖ മാസം പുണ്യമാസമായിട്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ പുണ്യം ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും പുണ്യമാസം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.